ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡേ 5 ഓഫ് പ്രൊജക്ട് S5 എന്നൊന്നും ഞാൻ പറഞ്ഞു തുടങ്ങുന്നില്ല, കാരണം ഇത് ഡേ 5 അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ സൗണ്ട് നല്ല മാറ്റമുണ്ട്. ഒന്നാമത്തെ കാര്യം, വിൻ്റർ അല്ലേ, തണുപ്പടിച്ച് തുമ്മി മൂക്കടഞ്ഞിട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, രാത്രിയായി. അപ്പോൾ എനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഹോസ്റ്റലിൽ ബാക്കിയുള്ള റൂമിൽ സൈലൻസ് ആണ്, അപ്പോൾ എനിക്ക് ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റില്ല. ഈ വീഡിയോ ആക്ച്വലി ഡേ 5 അല്ല, ഇതിൻ്റെ അകത്തുള്ള ക്ലിപ്സ് എല്ലാം ഡേ 7, അതായത് ഇന്നെടുത്തതാണ്. കാരണം ഡേ 4 വരെ കറക്റ്റായിട്ട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് എനിക്ക് ഇടാൻ പറ്റി. പക്ഷേ 5ഉം 6ഉം ഒക്കെ ഒന്നെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നു, അല്ലാതെ കമ്പാരിറ്റീവ്ലി അത്ര പ്രൊഡക്റ്റീവ് അല്ലായിരുന്നു. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ഇന്ന് വൈവ കഴിഞ്ഞു. ഇന്നല്ല, ടെക്നിക്കലി ഇന്ന് രാത്രി 12 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യണത്. അപ്പോൾ ഇന്നലെ വൈവയായിരുന്നു. അപ്പോൾ അതിൻ്റെ റെക്കോർഡ് സബ്മിഷനും വരയ്ക്കലും എഴുതലും എല്ലാം ആയിട്ട് കുറേ ബിസി ആയിരുന്നു. എനിക്ക് മൺഡേ ആണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. മൺഡേ ടു ഫ്രൈഡേ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും എക്സാം ഉണ്ട്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആണ് എനിക്ക് ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ. ആ സമയത്ത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. വീഡിയോ ഷൂട്ട് ചെയ്താലും അത് എഡിറ്റ് ചെയ്യാനുള്ള ടൈമെല്ലാം പോകുന്നതുകൊണ്ട് ചിലപ്പോൾ വീഡിയോസ് ഇടത്തില്ലായിരിക്കും. ഇത് കേൾക്കുന്ന ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഞാനിതെല്ലാം എന്തിനാണ് ഇവിടെ വന്ന് പറയുന്നതെന്ന്. ആക്ച്വലി ഞാനിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പ്രൊജക്ട് S5 എന്ന് പറഞ്ഞ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. 10 ഡേ സീരീസാണ്. എല്ലാ ദിവസവും സ്റ്റഡി വ്ളോഗ്സും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതെല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഷോർട്സിലും ലോങ് വീഡിയോയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ തള്ളി മറിക്കുന്നുണ്ടായി. അപ്പോൾ ആ സീരീസ് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരു വീഡിയോയിൽ വന്ന് പറയണമല്ലോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇനി സ്റ്റഡി വ്ളോഗ്സ് ഇടും, കാരണം അധികാരം കാണുന്നൊന്നുമില്ല. എന്നാലും എനിക്ക് കുറച്ചുകൂടെ എൻ്റെ ഡെസ്കൊക്കെ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് മുന്നത്തെക്കാട്ടിയും വെക്കാൻ പറ്റുന്നുണ്ട്. കുറേ കൂടെ സ്റ്റഡി ടൈം കൂടിയ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഇനി സ്റ്റഡി വ്ളോഗ്സ് റെക്കോർഡ് ചെയ്തിടും ഫോർ മൈ മോട്ടിവേഷൻ. പിന്നെ ചാനലിൽ കറൻ്റ്ലി 17 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. കേൾക്കുന്നവർക്ക് ചിലപ്പോൾ തമാശയായിട്ട് തോന്നുമായിരിക്കും, പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഗൈസ്. വേറെ എന്താ, ഡേ 5 തൊട്ട് ഞാൻ ഇട്ടില്ല. ഇന്ന് ടെക്നിക്കലി ഡേ 8 ആയി. ഡേ 7 കഴിഞ്ഞു, ഡേ 8 സ്റ്റാർട്ടായി. അപ്പോൾ എനിക്കിനി ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഉള്ളൂ എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 3 ദിവസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പഠിച്ച് പോർഷൻസൊക്കെ ഒരു വഴിക്കാക്കണം. അല്ലെങ്കിൽ എനിക്ക് രാത്രി ഇരുന്ന് പഠിക്കലും എക്സാമിൻ്റെ തലേന്ന് കണ്ടിന്യൂസ് എക്സാം ആണല്ലോ, അപ്പോൾ എക്സാമിൻ്റെ തലേന്ന് രാത്രിയും പിറ്റേന്ന് രാവിലെ എണീറ്റൊന്ന് പഠിക്കലും നടക്കില്ല എന്ന് കഴിഞ്ഞ 4 സെമ്മ കൊണ്ടും എനിക്ക് മനസ്സിലായി. പിന്നെ ഇന്നലെ എനിക്ക് വൈവ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസിൻ്റെ രീതിയൊക്കെ വെച്ചിട്ട് എന്നെ തന്നെ എനിക്കറിയാമല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ നടക്കില്ല. അപ്പോൾ നമ്മൾ നേരത്തെ തുടങ്ങിയാലേ എന്തെങ്കിലുമൊക്കെ ആവത്തുള്ളൂ എന്ന്. അപ്പോൾ ഇത് ഞാൻ എടുത്ത വീഡിയോസൊക്കെ ഡേ 7 ഞാൻ വൈവയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് റൂമെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി. കാരണം എക്സാമിൻ്റെ സമയത്ത് റൂം അലമ്പായിട്ട് കിടന്നു കഴിഞ്ഞാൽ എക്സാമിന് പഠിക്കണമെന്ന് പോലും ചിന്തിക്കാണ്ട് ആ സമയത്ത് ഞാൻ വൃത്തിയാക്കാൻ പോകും. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് അത് ചെയ്തില്ലെങ്കിലും പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയാവും. ആ സെമ്മ ഫുള്ള് റൂം എങ്ങനെ കിടന്നാലും ഞാൻ മൈൻഡ് ചെയ്യില്ല. പക്ഷേ എക്സാമിൻ്റെ സമയത്ത് അത് വൃത്തികേടായിട്ട് കിടന്നു കഴിഞ്ഞാൽ എനിക്കത് വൃത്തിയാക്കാനൊരു ത്വരയാണ്. അപ്പോൾ അത്രയും സമയം പോകുന്നതുകൊണ്ട് ഞാൻ ഇന്നലെ വൃത്തിയാക്കിയതാണ്. പിന്നെ കുറച്ച് നേരം ബൈബിൾ സ്റ്റഡിയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് കുറേ നേരം ഞാനിരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തൊരു കുറച്ച് നേരം ഞാനിത് ഷൂട്ട് ചെയ്ത് വീഡിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് റൂമൊക്കെ വൃത്തിയാക്കി തുണിയൊക്കെ കഴുകിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ റൂമിൻ്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്.
ഈ പ്രൊജക്റ്റ് S5-നെ എക്സൈറ്റഡ് ആയിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്രയും വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.